ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ? നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല? നിങ്ങൾക്ക് ചീത്ത കാര്യങ്ങൾ, ചീത്ത സ്വഭാവങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ കുറച്ച് 4 എണ്ണം ഈ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുട്ടിയായിരിക്കും. നിങ്ങൾ നല്ല കുട്ടിയാണോ ചീത്ത കുട്ടിയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ഇങ്ങനെ കൈവെക്കുക. നിങ്ങൾ എത്ര പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്ര നിങ്ങൾക്ക് ചീത്ത കുറ്റങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പോവാണ്. ആദ്യം നിങ്ങൾ പുറത്തുനിന്ന് ജങ്ക് ഫുഡ് കുറേ കഴിക്കാറുണ്ടോ? പുറത്തുനിന്ന് ഇപ്പോൾ ബർഗർ, മറ്റത് മറിച്ചത്, കുറേ ഡ്രിങ്ക്സ്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് വാരി വലിച്ച് ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന ഒരാളാണോ? അപ്പോൾ ഏസ് കൊടുത്തിട്ടുണ്ട്, നോ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ കഴിക്കുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കുറേ കഴിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏസ് ഡബിൾ ടാപ്പ് ചെയ്തിലേക്ക് ലോക്ക് ചെയ്യുക. നോ ആണെന്നുണ്ടെങ്കിൽ നോ ഡബിൾ ടാപ്പ് ചെയ്തിലേക്ക് ലോക്ക് ചെയ്താൽ ഓക്കെ. നോ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ് ഇല്ല, കുഴപ്പമില്ല. ഓവറായിട്ട് നമ്മൾ കഴിക്കരുത്. കഴിക്കാം, വല്ലപ്പോഴും കഴിക്കാം. എപ്പോഴും കഴിച്ച് നമ്മുടെ ഹെൽത്ത് ശോകമാക്കരുത്. അടുത്തത്, നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പിയിലാണോ വെള്ളം കുടിക്കുന്നത്? പ്ലാസ്റ്റിക് കുപ്പിയിലാണോ വെള്ളം കുടിക്കുന്നത്? യേസാണോ നോ ആണോ? ഞാൻ പ്ലാസ്റ്റിക് കുപ്പി വെള്ളം കുടിക്കാറില്ല, ഞാൻ നോ കൊടുക്കുവാണ്. പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ നമ്മുടെ വെയിലത്തൊക്കെ ഇരുന്ന് കുറേ ഹീറ്റായി അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കെമിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങളില്ലേ, ആ ഒരു സംഭവം റിയാക്ട് ചെയ്ത് നമ്മുടെ ആ വെള്ളത്തിൽ ഇതാക്കി നമ്മൾ കുടിക്കുമ്പോൾ ഭയങ്കര സീനാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വെയിലത്ത് വെക്കാൻ എല്ലാവർക്കും സ്റ്റീൽ കുപ്പിയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അന്നേരം പ്ലാസ്റ്റിക് കുപ്പി എല്ലാവരും മാക്സിമം ഒഴിവാക്കുന്ന ബെറ്റർ. അല്ല, ഒഴിവാക്കിയില്ലേലും കൂടുതൽ വെയിലത്ത് വെക്കാതിരിക്കുക. എല്ലാവരും വെയിലത്ത് വെക്കാതിരുന്ന് മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഞാൻ നോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നതിൻ്റെ കണ്ടിട്ട് പറയുക. നിങ്ങൾ അടുത്ത ബാഡ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂക്കി കൈയിട, എന്തൊക്കെയാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്? നിങ്ങൾ മൂക്കി കൈയിടാറുണ്ടോ? ഞാൻ മൂക്കി പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണ്ട് കൈയിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ കൈയിടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്, ഞാൻ യേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബാഡ് ഹാബിറ്റ് ഉണ്ട്. അടുത്തത്, വീടിൻ്റെ അകത്തിരുന്ന് നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാറുണ്ടോ? വീടിൻ്റെ അകത്തിരുന്ന്, ഇപ്പോൾ വീടിൻ്റെ അകത്ത് ഹാളിൽ റൂമിലൊക്കെ ഇരുന്ന് നിങ്ങൾ ബ്രഷ് ചെയ്യാറുണ്ടോ? ഞാൻ വീടിൻ്റെ അകത്തുനിന്ന് ബ്രഷ് ചെയ്യാറുണ്ട്. എൻ്റെ ബാഡ് ഹാബിറ്റാണ് യേസ് ചെയ്ത്. ഇതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണോ? കുറച്ച് ബാഡ് ഹാബിറ്റ്സ് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ അടുത്തത്, നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ ഫാർട്ട് ചെയ്യാറുണ്ടോ? ഞാൻ വീടിനുള്ളിലൊന്നും ഫാർട്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫാർട്ട് ചെയ്യുമെങ്കിൽ പറയാട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പോവാണ്. ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരും ലോക്ക് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ലോക്ക് ചെയ്യണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഫുഡ് ബാക്കി വെക്കാറുണ്ടോ? നിങ്ങൾ ഫുഡ് ബാക്കി വെക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ചീത്ത കുട്ടികളാണ്. അപ്പോൾ ബാഡ് ഹാബിറ്റ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് എത്ര ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾ ഉണ്ടെന്ന് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആണ് വീണ്ടും സന്ധിക്കുക വരെ. വണക്കം. നിങ്ങൾ ബാഡ് ഹാബിറ്റ്സുള്ള കുട്ടിയാണോ? എനിക്ക് ബാഡ് ഹാബിറ്റ് ഇല്ലല്ലോ.